കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ പല്ല് തേച്ചാലേ ചായ തരുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ശീലമൊന്നുമില്ല. ചായ അവലൊക്കെ കുടിക്കുന്നുണ്ടപ്പോൾ പൂതിയാണ്. അപ്പോൾ പിന്നെ അതങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ചു. ആ ബിസ്ക് തള്ളി ഉണ്ടാവത്തള്ളു. ഞാൻ പല്ലേച്ച് നിങ്ങളാരും കണ്ടില്ലല്ലോ അല്ലേ? ഇവിടെ ഒരു ഓറഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് പറിക്കാന്. അപ്പൊ അത് പറിക്കണം. നല്ല മധുര മക്കളെ. പക്ഷെ ഞാൻ ഓറഞ്ച് അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഒരൊറ്റ കാര്യം. അയ്യോ ഇങ്ങോട്ട് നോക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചക്ക എന്ന് പറയുന്നു. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാ എന്നുള്ളത് കമന്റ് ചെയ്യൂ. പിന്നെ ഇതെന്നാണ് പഴുത്തത്? പഴുത്തോന്നൊരു സംശയമുണ്ട്. നല്ല മണമുണ്ട്. ചക്കനെ വെറുതെ കിട്ടിയേക്ക്. അല്ല ഞങ്ങളുടെ നാട്ടിലേക്ക് ചക്കാന്ന് പറഞ്ഞു. മറ്റുള്ള നാട്ടിലേക്ക് എന്താ പറയാന്നുള്ള നോക്കാം. അതല്ല ഞാൻ പല്ല് കേൾക്കട്ടെ. ചായ കിട്ടിയാൽ ആവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനൊരു കുറവില്ലായി. ചക്ക പറിക്കാൻ കൊക്ക കെട്ടുന്നു. നടക്കും. നിസാരം കുതിര മൊത്തം വീട് എടുക്കുമ്പോ സിഗരറ്റ് അടിക്കില്ല. അത് വീണ് താഴെ വീണ് ചീഞ്ഞു പോയി. പിന്നെ വേറെണ്ടോ നിന്റെ അറിയണേ നമുക്ക് ഇതാ ആ കൊണ്ടുള്ളതാ. ചീഞ്ഞടിക്കാ അപ്പുറം പൈസ അടിയെടുക്കണം. ചക്കപ്പൂരി. അയ്യോ അത് ചീഞ്ഞു വീണിട്ട്. അതടോ ആ പൈത്തടാ. മൂന്നാമത്തെയോ? അപ്പുറത്തുള്ളൂ. ഗായ്സ് ഇവിടെ നോക്കൂ, 1, 2, 3 ചക്കയുണ്ട്. അതെങ്ങനെ നമ്മൾ ഒന്നായിട്ട് രീതിയിടാമെന്ന് നോക്കാം. ഇതിനുള്ളിൽ കൂടി നമ്മളിങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ വീഴുവോ? വീണോ ഓടോട്ടു. മോൾ 2 നടത്താനുണ്ട്. അപ്പൊ എങ്ങനെ എടുക്കൂ? കൊണ്ടുപോയി മാവന്റെ കൂടെ. പക്ഷെ പോകട്ടമുണ്ടല്ല. പിന്നെ ഞാൻ ചോദിച്ചു നടന്നു നോക്ക്. വേഗാതെ ഞാൻ നിൽക്കുക. എനിക്കറിയൂലേ അതൊക്കെ പൈസടാ. നമ്മളെ പൈസ നാളത്തേക്ക് വെക്കുന്ന കൊണ്ടേക്കോ? നമുക്ക് കൊണ്ടുപോകാം. അതെന്നാ ഒന്ന് പറഞ്ഞു കൊടുക്കാത്ത പൈസ
വെക്കുന്നല്ലേ ഓടിക്കോ ചക്ക വെട്ടുന്ന അരുണേട്ടൻ. വൈത്തേക്ക് ഒന്നിനും കെടുക്കണ്ട. മഴയതുകൊണ്ട് എന്താ തുരിന്ന് അറിഞ്ഞൂടാ. വൈത്തേക്ക് ഉണ്ട്. മറ്റേ കാത്തടിക്കരണേ അത്ര കറച്ചാ അതിന്റെ താങ്ക് യു. ചേറാക്കല്ല ഇതിലും വലുത് ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്. ഞാൻ രാവിലെ എന്നും ഫ്രൂട്ടാ കഴിക്കാറ്. അപ്പൊ എനിക്കിന്ന് ഒരു ഫ്രൂട്ട് കഴിക്കുന്നോണ്ട് എന്റെ വിവരക്കേട് മാറി കിട്ടാൻ വേണ്ടിട്ട് ദിവസം ആ പഴുത്ത ചക്കക്ക് വെളിഞ്ഞുണ്ടാവൂല. അങ്ങനെയൊന്നുണ്ട്, കുറവായിരിക്കും, പച്ചന്റെ അത്ര ഉണ്ടാവൂല. പഴയ അവസ്ഥയൊക്കെ പോയതുകൊണ്ടാ ഇതുണ്ടല്ലോ വെള്ളം കയറിണ്ട് ഞാൻ രാവിലെ എന്നും ഫ്രൂട്ടാ കഴിക്കാറ്. അപ്പൊ ഇവിടെ വന്നപ്പോ ആ ശീലം മാറ്റണ്ടെന്ന് വിചാരിച്ചു. മഴയായിട്ട് വെള്ളം കയറിപ്പോയി ഉണ്ടാവും വിചാരിച്ചപ്പോൾ വെള്ളമൊന്നും കയറിപ്പോയില്ല. തണുക്കണൂന്റെ വീട് എവിടെയാ? ചൂട് പുട്ട്, കല്ലൊക്കെ കറി, ഇത് ചിക്കനടെ പൊരിക്കുന്നു മോളെ. ചിക്കൻ കറി ലേശം അച്ചാറ് കിട്ടിയാ കുഴപ്പമില്ലായിരുന്നു. ഇത് താഴെ വിളിക്കുള്ളൂ ഈ കഥ എത്തൂലോ അപ്പൻ്റെ കുഞ്ഞിന് പടപടം പപ്പടം, പുട്ട്, കടല, ചിക്കൻ കറി. അയ്യോ വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പണ്ടാട്ടിലും കൈപ്പുണ്യൊക്കെ ഉണ്ട്. ഒരു പ്ലേറ്റ് കൊണ്ട് കുഞ്ഞ് പഴം നമ്മളെ നാട്ടിലേക്ക് സലാഡ് എന്ന് പറയും, ഇവര് സർലാസ് എന്ന് പറയും. കളാസാ
അതായത് ഞാനൊന്ന് ഫിനിഷ് ചെയ്താട്ടെ. ബൈ ബൈ ബൈ. സഞ്ജു എന്നോ വന്നില്ല നേരാ വന്നിട്ട് അങ്ങോട്ട് പോയതായി. പാറി പോകുന്ന മട്ടാണ്. വയനാട്ടിലാണുള്ളത്. സുൽത്താൻ ബത്തേരിയാണ്. ഇവിടെ റെഡ് അലേർട്ട് ആയിരുന്നു. രാവിലെയൊക്കെ വെയിൽ കണ്ടപ്പം എന്താ പറയാ, നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രക്കാരെ പറ്റിച്ചേ എന്നുള്ള രീതിയിലായിരുന്നു വെയിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അതേ ആളുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. മഴ കാര്യമായിട്ടില്ല, നല്ല കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു. കാറ്റ് കട്ടൻ ചായ കുടിക്കുക കേട്ടോ. ഇപ്പോൾ പെട്ടെന്നൊരു കാറ്റ് വന്നിട്ട് എന്തോ ആ സൈഡിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഒരു നോർമലായിട്ട് നിൽക്കുകയാണ്. മഴ കുറവാട്ടോ, വിചാരിച്ചത്ര മഴയൊന്നുമില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് അവസ്ഥ, ചുരത്തിലെന്താണ് അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പം ചുരത്തിലെന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. എന്തോ ഒരു സാധനം, എന്താ സാധനം ഏട്ടാ? മൂട്ടിൽ മുളച്ചു അല്ലെ? മൂട്ടിലാണോ മുളച്ചത്, മരത്തിന്റെ മുകളിലാണോ മുളച്ചതെന്ന് അറിയില്ല. അതാ പോയി. ആ മതി, ഒന്ന് മതി, ഒന്നുമല നിർത്ത്. ഒന്ന് മതി, വേണ്ട വേണ്ട, ഒന്ന് ഒറ്റൊന്ന്. അത് മതി, അത് തന്നെ, അത് മതി, ഒന്ന് മതി. എന്ത് ചെയ്യാനാ ഗായ്സ്, നിർബന്ധിച്ചാ പിന്നെ കൊണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? മതി അതാ, ഒന്നെടുത്താ രണ്ടെണ്ണം ഫ്രീ. ഒന്ന് ഒത്തിരി എന്തായിങ്ങു ഏടെ മുളച്ച്? മൂട്ടിൽ മുളച്ചി. ഇതാണ് സംഭവം. ഇതെങ്ങനെയാ കുക്ക് ചെയ്യാ? എടി ഇതെങ്ങനെയാ പരിപ്പിലിടാനാ? പരിപ്പിലിടാകുപോലെ ഉപ്പേരി വെക്കാകുപോലെ. ഈ സാധനം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. മുള്ളുള്ള സാധന. ഗ്രീനോ? ഇതിവിടെ മുളച്ചിക്ക്. ഇത് ഇതേപോലെ എന്നാ ഞാൻ വീട്ടിൽ പോയിട്ട് കുഴിച്ചിടും. ഇതാ മുളച്ചിട്ടാ. ഇത് ദേ മുളച്ചിട്ടുണ്ട്. ഞാൻ കുക്ക് ചെയ്യാൻ നിൽക്കൂല. ഞാനിത് ഇതേപോലെ വീട്ടിൽ കൊണ്ടുവച്ച് എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിടും. അപ്പോൾ നമുക്കൊരു പച്ചക്കറി കൃഷിക്കാരിയാവാം. അങ്ങനെയാണ്. എനിക്കിതാ ഇവിടുന്ന് ഏട്ടൻ ചാമ്പൊക്കെ പറിച്ചുകൊണ്ട് തന്നാണേ. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ പോളിഷ് ചെയ്യൂലേ, അതേപോലെ ഉണ്ട് ചാമ്പൊക്കെ കാണാൻ. ഈ മോഡൽ ചാമ്പൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ചെറിയ പുഴുല്ല, വെള്ളവും കയറിയില്ല. മിക്കതിലും പുഴു കാണലുണ്ട്. നല്ല മഴയുണ്ട്. നോക്കണോ പഴുത്തിരിക്കുകയാണ്. ആ മുള്ള നല്ല അടിപൊളി കേട്ടോ. നോട്ടാക്കല്ല, എൻ്റെ മൂട്ടിൽ മുള വന്നിട്ട് കുഴിച്ചിടാം. എന്റെ മുള വെച്ചോ. വരുന്നില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വിചാരിച്ചപ്പോഴല്ല, ഇവിടെ നല്ല വൃത്തിയുള്ള നല്ല ചാമ്പക്ക. വയനാട്ടിലുള്ളതായിട്ട് ആയിരിക്കാം. അപ്പം ദേ ഞാൻ എൻ്റെ ഏട്ടനെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കാൻ പോവാണ്. നമ്മൾ നോക്കവാ, ഒരു പാട്ട് പാടിയേ.
പ്ലാവില പൊന്തളികയിൽ പാൽപായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതിത്തുള്ളി നിൽക്കുവതെന്തിനോ പുത്തിലഞ്ഞി ചോട്ടിൽ ഒരു മുത്തു കോർക്കാൻ പോകാം ആന കേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയുമീ തൊടികളിൽ ഇളവേൽക്കാൻ മോഹമായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമായി ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻരാഗമോ ഭൂപാളമായി നിൻരാമൗനമോ ശ്രീരാഗമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണവൻ പൊൻതന്തിയിൽ. ഇതിനിടയ്ക്ക് ഒരു വരി കിട്ടും, ഒരു വരി വിട്ടുപോയി. അത് കുഴപ്പമില്ല. ബാക്കിയോട് പാട് ബാക്കിയോട് പാട് ബാക്കിയോട് പാട് ബാക്കിയോട് പാട് പാടി തന്നെ പാട് 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 വിട്ടൂല ഞാൻ. പുൽക്കറുകൾ നീന്തുന്നാവിൽ പുൽക്കറുകൾ നാമ്പു കോർക്കും മുല്ലമുറ്റവും രാമനാമഗീതം കേൾക്കും സാന്ധ്യം അനിനേർത്തനിപ്പിൽ പാടിയത് പറയാൻ വിങ്ങു വേണം എന്നെ കണ്ടോ? എന്റെ ചെരുപ്പ് കണ്ടോ? അരുണ്ട ചെരുപ്പ്. എന്റെ ചെരുപ്പ് എവിടെ ചവിട്ടുമ്പോ കുഞ്ഞു പോവുക. കറി കറി പോവുക. പെങ്ങളെ കിട്ടിയ തരുമോ അളിയ എല്ലാ എന്താ പറയാ എല്ലാ ബർത്ത്ഡേക്കും ഇത്ര ചിരിക്കാറില്ല. ഇവളുള്ളത് കൊണ്ട് ചിരി മാത്രല്ല തിന്നുക കിടക്കുക തിന്നുക കിടക്കുക. അനക്കുള്ള ഒരു പരിപ്പ് വടയും ചായ ഞാൻ വെച്ചിട്ടുണ്ട്. നാളെക്കാരനാ ആരോ ആരോ വാ കരയാനേ പോവുക. അല്ലടി ഞാൻ വരിക. ഞാൻ ഇനി ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവിടെ നിൽക്കുക. ഏട്ടാ ഞാൻ ഇവിടെ നിൽക്കുക എന്നോട് പറഞ്ഞ് കട്ടൻ ചായയുടെ കൂടെ തീർന്നിട്ടോ മെല്ലെ വിട്ടോ. ഞാൻ ഇവിടെ നിൽക്കുക. എന്നോട് പൊക്കോളാൻ പറയാ. എന്തൊരു കഷ്ടാണ്. പിന്നെ ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കും. സിനിന്റെ വീട്ടിൽ വന്നിട്ട് ജസ്നക്ക് അനുഭവിച്ചത് കണ്ടാൽ നിങ്ങൾ കറണ്ട് ഇല്ല, ഈ മൊബൈൽ ചാർജ് ഇല്ല, ഈ ഫോൺ ഓഫ് ആയിരുന്നു. എന്തൊരു വിഷമായിരുന്നു. കണ്ട് വന്നത് പറയില്ല. ആ വന്നൊക്കെ ഓൾക്ക് ചാർജ് ഇട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഓട്ടാത്തി. അപ്പൊ അങ്ങനെയാണ് എന്നെ കഷ്ടപ്പെടുത്തുകയായിരുന്നു. എനിക്ക് നല്ല സുഖമായിരുന്നു. രാവിലെ കറക്റ്റ് ടൈമിന് ചായ, കുറച്ച് കഴിഞ്ഞപ്പോൾ ചക്ക, അത് കഴിഞ്ഞപ്പോൾ പുട്ട്, ജാപ്പനീസ് കുഹു കുഹു ആയിരുന്നു ഇന്നിവിടെ. അതും ചായയും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ചോറ്, പിന്നെയും ചായ. പിന്നെ അടുക്കഞ്ഞോട് പറഞ്ഞു നീ പോട്. അതുകൊണ്ട് മെല്ലെ പോവുക. ഇനി എന്നോട് ബൈക്ക് കണ്ടുപോരുത്. ചേട്ടാ ഞാൻ നാളെ പോണുള്ളൂ. അല്ല ഞാൻ നാളല്ലേ അപ്പൊ പോണല്ലേ? നിർബന്ധാണല്ലേ പോണെന്നുള്ളത്. എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ തിന്നാൻ തരാന്? മറന്നു പോയില്ലല്ലോ. സ്റ്റോറൂമിലുണ്ടോ?
മറന്നില്ലല്ലോ. ബോക്സ് എടുത്തില്ലേ മാലേന്റെ? ഏട്ടാ മറന്നില്ലല്ലോ. പോന്നാ വല്ലാണ്ട് ഞാൻ പട്ടിണി എടുക്കേണ്ടി വരുമ്പോഴേ എന്നോട് ഇന്നോട് ഇവിടെ നിക്കാൻ പറയോ നോക്കിട്ട് കൊറേ നേരം നിങ്ങളെങ്കിലും റെക്കമെൻഡ് മോളെ ഇറങ്ങി. ആ നിങ്ങളല്ലേ ചക്ക എന്ന് ഞാൻ രാവിലെ തന്നെ ചക്ക തിന്ന്. അല്ല ഞാൻ തിന്നില്ല, വിള തിന്നില്ല. കുരു മാത്രം ഉണ്ട് പുറത്ത്. അറ്റാളല്ലേന്ന് കരുതിയിട്ടാ ഡോക്ടറിനോട് ഒരു ഫ്രൂട്ട് കഴിക്കാൻ അതുകൊണ്ട് പറഞ്ഞത്. ഓരോ ദിവസം ഓരോ ഇപ്പം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഏത് മറന്നില്ലാതെ തിന്നാൻ ഏട്ടാ ഞാൻ വരുമ്പോ ഇനി വിളിക്കൂലട്ടോ, ഫോൺ ഓഫ് ആക്കിയിട്ടെ പോകുന്നേ. വണ്ടി പോ. ഏട്ടനെ ഇവിടെ പോകാനല്ലേ ചുമ്മാ ഇറങ്ങിയതോ? എങ്ങോട്ടേ പോകാണോ? അപ്പായാറുണ്ട്. ആ ഉണ്ടല്ലേ. പറയണ്ട, ഞാൻ നാളെ തന്നെ അങ്ങ് പോരും. വീട് പൂട്ടി പോവാന്, വീട് പൂട്ടി പോവാന്. താക്കോൽ വെക്കുന്ന സ്ഥലം പറഞ്ഞാൽ മതി. വേണ്ട, ഫുഡ് ഞാൻ ഉണ്ടാക്കേണ്ടി വരും. പുറത്തുനിന്ന് വാങ്ങാം. എന്നെ ഒരു ദിവസം സഹിച്ചതിൽ നന്ദിയുണ്ട് കേട്ടോ. മറ്റേ ഗൂഗിൾ പേയില് പറയില്ലേ നന്ദിയുണ്ട് കേട്ടോ. അതിനെത്രല്ലത്? ഓ ആ ഓ ഓ മോള് 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 സങ്കടം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിനുള്ള സന്തോഷം എനിക്ക് അറിയാം. അല്ല ഏം മറന്നില്ലല്ലോ. നമ്പർ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ട് അപ്പൊ ഇല്ല, ഞാൻ പിന്നെ പോകല്ലാണ്ട്. ഓ ഓ ഓ അടുത്ത പ്രാവശ്യം വിളിക്കാണ്ട് വരുന്നുണ്ട്. മറ്റേ നിങ്ങൾ പുഴ കൂട്ടി പോകുമല്ലോ. നിങ്ങൾക്ക് ലീവല്ല ഇന്നോ? മഴയല്ലല്ലോ, മഴയല്ലേ. ആ അവ സെറ്റ് ആക്കി തരാം. ശരി, ബൈ ബൈ. അപ്പയ്യാ ടാറ്റാ. പിന്നെടാ അങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഒരു ദിവസം പോയതേ അറിഞ്ഞില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഹാപ്പി ആയിരുന്നു. ഒരുപാട് സന്തോഷമായി. മുഖത്തൊക്കെ വെള്ളം. ഞാൻ അവിടെ ഒരു റീലെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പൂവിൻ്റെ വെള്ള പൂവുണ്ടല്ലേ, അപ്പം എന്നിട്ട് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. പക്ഷെ എന്താക്കാനാണ്, എനിക്ക് നാളെ പിള്ളേർക്ക് ക്ലാസ് ഉണ്ട്, അരുണച്ചനെ കാണിക്കാൻ പോകാണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷെ ഇന്നലെ തൊട്ടിട്ട് ഈ നേരം വരെ ഒരു സമയം പോയതോ അല്ലെ ബോറടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഒടുക്കമ്പോഴത്തെ തണുപ്പ് ഗൈസ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. അപ്പൊ അങ്ങനത്തെ ഒരു ഓന് കുത്തി കേട്ടാ ഓപ്പോസിറ്റ് ഒരു വണ്ടി ഒരു ചെറിയൊരു വളവാണ്. അപ്പോൾ ഐസ് എൻ്റെ മുന്നോ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടാവും മട്ട്. അതേപോലെ ഈ മയത്ത് ഒരു ഐസ്ക്രീം ആയാലോ കിട്ടിയ കൊള്ളാവുന്നുണ്ട്. അവൻ കഴിക്കുന്നുണ്ടപ്പോ ഒരു ചെറിയൊരു ചിന്ന ആസൈ, ചിറകടിക്കുന്ന ആസൈ, മുത്തു ആസൈ. ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. കാരണം കറണ്ട് പോയിട്ട് മൊബൈൽ
ഫോണിലത്തെ ചാർജും തീർന്നു പോയി. അങ്ങനെ കുറേ വീഡിയോസ് എടുക്കണം. എന്റെ ഫോൺ എടുത്തിരുന്നു. എന്റെ ഫോൺ പിന്നെ ഐഫോൺ 16 Pro ആയതുകൊണ്ട് നല്ല ക്ലാരിറ്റി. ആ ക്ലാരിറ്റി കൊണ്ട് എനിക്കത് ഇടാൻ പറ്റൂല, കാരണം ആരെയും കാണുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് കുറേ വീഡിയോ മിസ്സായിപ്പോയി. ഇനി എന്തോ ഏതോ ഒരു റീലിൽ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലേക്ക് പോകുന്ന യാത്രയാണ് പോലും ഏറ്റവും മനോഹരമായിട്ടുള്ളത്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ടോ? പുള്ളി കണ്ടിട്ട് ഞാൻ പറയും ഇന്നും അവിടെ നിൽക്കാലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഈ കുതിര പോലത്തോട് സമ്മതിച്ചില്ല. അല്ല, എന്റെ മോന് 9ാം ക്ലാസ്സിലാണ്. അപ്പൊ ഓൻ പറയും, ഒരു അവന്റെ ടീച്ചറെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അമ്മ ടീച്ചർ ചീത്ത പറയട്ടോ, കാരണം ഒരു ദിവസം കണ്ടിട്ടില്ല, ആ സ്പോട്ടിൽ എനിക്ക് കോള് വരും, എവിടെ പോയി, എന്താണ് റീസണൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വയനാട്ടിൽ ടൂറ് പോയിട്ട് വരാൻ മടിയായിട്ട് അവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞാലേ കൊച്ചിൻ്റെ ക്ലാസ്സാണ്, അത് ഇഷ്യൂ ആവും. അതുകൊണ്ട് പിന്നെ പോകുന്നതാണ്. അപ്പം എല്ലാ വീട്ടിലോട്ട് പോവാണ്. ഏതായാലും ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ. ഇളയത് മതിയ നൊങ്ക് 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 നോക്കട്ടെ. ആ കഷ്ടമുണ്ട് കേട്ടോ. അയ്യോ, നല്ല ടേസ്റ്റ് അതിൻ്റെ വെള്ളത്തിൽ. എന്നാലും എനിക്ക് മൈഗ്രെയിൻ വരും, എന്നാലും കുഴപ്പമില്ല. ഓ വേണ്ട, സുൽത്താൻ ബത്തേരിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്ന് വെച്ചാൽ കൊയിലാണ്ടിയിലേക്ക് തിരിച്ചു പോവുക. പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു പൂവാണെന്ന്. പൂവല്ല ഗൈസ്, ഒരു മരമാണ്. എന്ത് ഭംഗിയായി ഇങ്ങനെ. നിങ്ങൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. റോഡിൽ നിന്ന് കുറച്ച് ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയത്. എന്താ പറയുക, ഒരു കോട്ട പോലെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ബാക്കോട്ട് നിന്ന് കാണിച്ചു നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ കണ്ട സമയത്ത് പൂവാണെന്ന് വിചാരിച്ചു. നിറഞ്ഞ് പന്തലിച്ച് കിടക്കുക. കണ്ടാൽ ഒരു പൂവിൻ്റെ ഒരു ലോറിക്കാരനെ നോക്കിയതാ. അപ്പൊ അത് കണ്ടപ്പോ ഒന്ന് ജസ്റ്റ് എടുത്തോന്നേ ഉള്ളൂ. ദേ ഞാൻ ആ കാണിച്ചു തന്നതിൻ്റെ ഉൾവശം. ഒരു രക്ഷയില്ല മക്കളെ, നല്ല ഭംഗിയുണ്ട്. വേരൊക്കെ ഇതാക്കി എന്തോ ഒരു ചെടി പോലെ അവർ നട്ടതാട്ടോ. ഏതായാലും അടിപൊളിയാ മക്കളെ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, വിറകുന്നേ. അത്രമേൽ ഭംഗിയുണ്ട്. കുത്തൊക്കെ നിർത്തി കൊടുത്തതാട്ടത്. നമ്മളിവിടെ വണ്ടി നിർത്തിയതുകൊണ്ട് അവിടുന്ന് പട്ടി കൊരയോ കൊര. പട്ടിക്ക് എന്തോ ചുമയങ്ങാനുണ്ട് എന്തോന്നു. മഴയല്ലേ, ചിലപ്പോൾ മഴ കൊണ്ട് കാണാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. പട്ടി ഒന്നായിട്ട് കോടയാണ് ഗൈസ്. വരുമ്പോഴും പോകുമ്പോഴും കോടയാണ് ഗൈസ്. ഇത് രാവിലത്തെ കോട പോലല്ല, കുറച്ചൊരു ഡേഞ്ചർ കോടയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പിടിച്ച് കടിക്കുമെന്ന്. കാരണം ഒന്നാമത് ഇരുടാണ്. അത് മാത്രമല്ല, കുറ്റിയാടിച്ചോരത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ചെറിയ റോഡാണ്. നമുക്ക് ഏകദേശം മുന്നോട്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഫോണില് ചിലപ്പം ഫോണിൽ അത്ര കോട കാണൂല, എന്നാലും ഏറെക്കുറെ ഉണ്ടല്ലേ. അപ്പൊ ഇടുങ്ങിയ റോഡാണ്, പെരുമഴയാണ്, കോടയാണ്. നല്ലോണം കോട നല്ലോണം നല്ല വൃത്തിക്ക്. മഴ ഒന്ന് ചോർന്നതേ ഉള്ളൂ. മഴയും ചോർന്നു, കാറ്റും കുറഞ്ഞു. അപ്പൊ അങ്ങനെ
ചുരത്തിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. ഇടുങ്ങിയ റോഡുമാണ്, എന്തായാലും പോയി നോക്കട്ടെ കേട്ടോ. മഴയും കോടയും, എമ്മാതിരി മഴ ചുരങ്ങുന്ന സമയത്ത് അറിയോ, ഈ ചുരം ഇറങ്ങുന്ന സമയത്തും കോടയുള്ള സമയത്തും മഴയുള്ള സമയത്തൊക്കെ വാഹനം ഓടിക്കുമ്പം അറിയാത്തവർക്കായിട്ട് പറയാണ്, നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ കാണാത്ത ഒരവസ്ഥ വരും. അപ്പം അതേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ബ്ലൂവിലാണ് കിടക്കുക AC-ക്ക് വേണ്ടിയിട്ട്. ഇത് നേരെ റെഡിലേക്ക് ഇങ്ങോട്ടാക്കുക. അതേപോലെ അതേ ഇത് ഗ്ലാസ്സിലേക്ക് കൊടുക്കുന്ന ഈ ഒരു ചിഹ്നം ഉണ്ടല്ലോ, ഇതിലേക്കും ആക്കി ഹീറ്റ് അങ്ങ് കൊടുത്താൽ നല്ല ക്ലിയറോടുകൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ്സുകാർ കാണലില്ലേ പേപ്പർ ഇട്ട് തുടയ്ക്കല്, അതേപോലെ തുടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് തുടയ്ക്കേണ്ടിയും വരൂല, തണുപ്പിന് കുറച്ച് സമാധാനവും കിട്ടും. ഈ ഒരു ഫെസിലിറ്റി കാറിന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഓട്ടോക്കില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. ഓട്ടോക്ക് എന്ത് എന്ത് മോശോ? എന്നിട്ട് എനക്കെന്താ ഓട്ടോ പറയുമ്പോ ഒരു ആക്കല്? ഓട്ടോ അവന്റെ മാതൃവാഹനമാണ്. അപ്പൊ മാതൃവാഹനത്തിന് ഇതുണ്ടാവില്ല. പൊന്നാര ഗൈസ്, നിങ്ങൾ എന്താന്ന് വിചാരിക്കും, അത് നമ്മുടെ അമ്മായി കിട്ടുന്ന ടൗസർ അടിച്ചതാണ്, വേറൊന്നുമല്ല. അപ്പൊ ഇങ്ങനെയാണ് സംഭവം. പെരുമഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ്, കോടയാണ്, വളവുമാണ്, ചുരം. എങ്ങനെ ഉണ്ടാവും എല്ലാം കൂടി. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരു ആരായിരുന്നു, ബിഗ് ബോസിലുള്ള ഒരു കൊച്ച്, ബിഗ് ബോസിൽ ഉണ്ടായിരുന്നൊരു കൊച്ച് മറ്റേ KSRTC ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് KSRTCയുടെ നമ്പർ പറഞ്ഞുകൊണ്ട്, എന്നുവെച്ചാൽ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലുള്ള നമ്പർ പറഞ്ഞുകൊണ്ട് ആ കൊച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഇൻഫർമേഷനാണ്. KSRTC സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ നിങ്ങൾ ഈ താഴെ കാണുന്ന K15 74 79 എവിടെയും കൊടുത്തിട്ട് കാര്യമല്ല. അതിന് പകരമായിട്ട് അവിടെ മുകളിൽ നല്ല റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട് RAK എന്ന് പറഞ്ഞിട്ട് 99 എന്ന് കൊടുത്തിട്ടുണ്ട്. RAK 99. അപ്പോൾ TPM ഇവിടെ വരിക തൊട്ടിൽപ്പാലം. ഈ TPM എന്ന് പറയുന്നത് തൊട്ടിൽപ്പാലാട്ടോ വരിക. അപ്പൊ എന്തൊരു KSRTCക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തും നിങ്ങൾ നമ്പർ പ്ലേറ്റ് നോക്കാതെ ഈ RAK എന്നുള്ള 99 എന്നുള്ള ആ ഒരു നമ്പർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ആരോ ബ്രോസ്റ്റഡിൻ്റെ അകത്ത് എനിക്ക് എന്തോ കൈവശം വന്നിട്ടുണ്ട്. പനഞ്ഞ ബ്രോസ്റ്റഡ് അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി.
എമ്മി കയറിയിട്ട് ഫുഡ് കഴിച്ചു. തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വണ്ടി കയറിക്കൂടാ. ചക്കയുടെ സ്മെല്ല്, മാങ്ങയുടെ സ്മെല്ല്, പഴം, ഇനിയൊന്നും ഇല്ലാത്തത് ബാക്കിയില്ല. പല തരത്തിലുള്ള മാങ്ങയുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ പെർഫ്യൂം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പെർഫ്യൂം ഏതടിക്കണം അടിക്കണ്ട എന്നുള്ളത്. പക്ഷേ ഞാൻ നമ്മൾ മതത്തിനെ പറ്റി പറയണ്ട, അത് പറയണ്ട. ഇനിയിപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരിക്കും. കുറേ ലെവലുമാരുണ്ടല്ലോ റിയാക്ഷൻ വീഡിയോക്കാർക്ക്, അവർക്കൊരു കാര്യമാവും. അപ്പം എന്താ വെച്ചാൽ ഒരു ഫാമിലി വന്നിട്ട് ഒരു ഡാഡും 2 പിള്ളേരും ഒരു മാമും. പൊന്നാര ഗായ്സ്, ഈ എമ്മിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് കയറിയപ്പോഴുള്ള ഒരു സ്മെല്ലെൻ്റെ പൊന്നാര മക്കളെ. ഇവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് കുളിക്കുകയും വേണ്ട നനയ്ക്കുകയും വേണ്ട, സ്പ്രേ അടിച്ചിറങ്ങിയാൽ മതി. ഞാൻ എങ്ങനെയാ ഫുഡ് കഴിച്ച് ആ ഒരു എമ്മി ഫുൾ ഇവരുടെ സ്മെല്ല്. കാരണം ഇത് ചെറിയൊരു ഷോപ്പാണ് എമ്മി എന്ന് പറയുന്നത്. എവിടെയോ വലിയത് ഉണ്ടോയെന്ന് എനിക്കറിയില്ലേ. പക്ഷെ പറഞ്ഞ് ചെറിയ ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരു കുത്തുന്ന പെർഫ്യൂം അടിച്ചിട്ട് ഒരാൾ കയറിയാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരവസ്ഥയാണ്. ഏതായാലും നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോകണം, ഒന്ന് കുളിക്കണം, ഉറങ്ങണം. അത്രയാണുള്ള പ്ലാന്. നാളെ ഇപ്പോൾ സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ നാളെയാണോ മറ്റന്നാളാണോ പോസ്റ്റ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇന്നലത്തെ വീഡിയോ തന്നെ പോസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ അവർക്കൊന്നും നേരണ്ട് പോസ്റ്റ് ആക്കും. ഇല്ല, ഒന്ന് ഉറങ്ങണം. അത്രേ ഉള്ളൂ. ടാറ്റാ.